ഹലോ കൂട്ടുകാരെ, മാ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ചക്ക കൊണ്ട് നമുക്കൊരു ചക്ക മധുരം ഉണ്ടാക്കിയാലോ? കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലാതെ ഈ ചക്ക കൊണ്ട് തന്നെ നമുക്കൊരു അടിപൊളി ചക്ക മധുരം ഉണ്ടാക്കിയെടുക്കാം, വേറൊന്നും ചേർക്കാതെ തന്നെ. അപ്പോൾ ഇതുപോലെ നല്ല പഴുത്ത വരിക്കച്ചക്ക എടുക്കുന്നുണ്ട്. ആ വരിക്കച്ചക്ക ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത ചക്ക ഇതുപോലെ ഒരു മിക്സി ജാറിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ആ അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് നല്ലതുപോലെ പാലൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ചേർത്തിട്ടില്ല. പാലും അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു വാനില ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു വാനില ചെറുതായിട്ടൊന്ന് എസൻസോട് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ പാലൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചക്ക അരിഞ്ഞതിൻ്റെ കുറച്ച് പീസ് കൂടി ഇതിനകത്തോട്ടിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെക്കാം. കുറച്ച് തണുപ്പൊടി ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം മധുരം എല്ലാം പാകത്തിന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഐറ്റംസും കൂടി ഇടാം. ഞാൻ ഇതുപോലെ കുറച്ച് ഒരു ജെല്ലി പോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് ചക്ക ജാമാണ്. അപ്പോൾ ചക്കയുടെ ജാം കൂടി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചക്കയുടെ ജാമും അതുപോലെ തന്നെ ചക്കയുടെ കുറച്ച് പീസ് അരിഞ്ഞതും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കട്ട് ഫ്രൂട്ട്സ് ചേർക്കാം. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട്. ആ കിസ്മിസ് കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കിന് ആ കിസ്മിസ് കൂടി കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ കഴിക്കാൻ നല്ല അടിപൊളി സ്വാദായിരിക്കും കേട്ടോ. അപ്പോൾ മായൊന്നും ചേർക്കാതെ കസ്റ്റാർഡ് പൗഡർ ഒന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ്സാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഐസ്ക്രീമൊക്കെ ചേർത്ത് കഴിക്കാൻ അടിപൊളിയായിരിക്കും, കുറച്ചുകൂടി ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചക്കമധുരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.